ഇന്നത്തെ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വയനാട് ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ യൂത്ത് കോൺഗ്രസ് KSU അധ്യക്ഷന്മാർക്ക് സീറ്റ് നൽകാൻ തീരുമാനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പനമരം ബ്ലോക്ക് പഞ്ചായത്തിൽ പൂതാടി ഡിവിഷനിൽ മത്സരിക്കും. അതേസമയം നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയലിന് സീറ്റ് നൽകിയില്ല. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത്. സുർജിത്ത്, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കുകയാണ്. സമവായം പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയുമോ? എന്താണ് വയനാട്ടിലെ കോൺഗ്രസിലെ സാഹചര്യം? വിജയകുമാർ, അല്പസമയം മുമ്പ് തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഔദ്യോഗികമായി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. കേണിച്ചിറയിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അമൽ ജോയിയെ പരിഗണിക്കുമെന്നുള്ള ഉറപ്പായിരുന്നു. അത് കേണിച്ചിറയിൽ തന്നെയാണ് അമൽ ജോയി ഉള്ളത്. അതോടൊപ്പം തന്നെ ഗൗതം ഗോകുൽദാസ് KSUവിന്റെ ജില്ലാ അധ്യക്ഷൻ മീനങ്ങാടി ഡിവിഷനിലാണ്. അതേസമയം ജഷീർ പള്ളിവയൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത് വലിയ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരാൾ കൂടിയാണ് ജഷീർ പള്ളിവയൽ തോമാട്ടുചാൽ സീറ്റാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ തോമാട്ടുചാൽ സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിൽ VN ശശീന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇപ്പോൾ തോമാട്ടുചാലിൽ നിന്ന് ജനവിധി തേടുന്നത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സംഷാദ് മരക്കാർ പൂതാടി ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് അദ്ദേഹം മത്സരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി പട്ടികകൾ പൂർണ്ണമായി കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും പൂർണ്ണമായി വയനാട്ടിലെ കോൺഗ്രസിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ച് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. DCC സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.